കാലം കോളേജിന്റെ ജോഗ്രഫിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്താണ് ടെമ്പറേച്ചർ. നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്, മൂന്നാമത്തെ ക്ലാസ്സാണത്. അപ്പോൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ നമ്മൾ ജോഗ്രഫിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ഒമ്പതാം ക്ലാസ്സിൻ്റെ ജോഗ്രഫിയെ കുറിച്ച്, ഒൻപതാം സ്റ്റാൻഡേർഡിൻ്റെ ജോഗ്രഫിയെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്താണ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു. ടെമ്പറേച്ചർ, അതുപോലെ എന്താണ് ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ പറഞ്ഞു, എന്താണ് ഡെയിലി മീൻ ടെമ്പറേച്ചർ പറഞ്ഞു, അതുപോലെ എന്താണ് ഐസോടേപ്പ് പറഞ്ഞു. എന്നിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുത്തിയത് the factors that influencing the distribution of temperature എന്ന് പറഞ്ഞു. ഓക്കെ, അതിൽ ഞാൻ പോയിന്റ് പറഞ്ഞു. ലാറ്റിറ്റ്യൂഡ്, ആൾട്ടിറ്റ്യൂഡ്, നിയർനെസ് ഓഫ് ഓഷൻ, വിൻഡ്സ് എന്നിവ ഇത്രയും കാര്യം പറഞ്ഞാണ് കഴിഞ്ഞ ക്ലാസ് നിർത്തിയത്. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് തുടങ്ങാം. അത് ചിലപ്പോൾ വിശദീകരിച്ച് പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ. താപനിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം? അന്തരീക്ഷത്തിലെ താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം? അതിൽ ഒന്നാമത്തെ നോക്കാം, ലാറ്റിറ്റ്യൂഡ് നോക്കാം. എന്താണ് ലാറ്റിറ്റ്യൂഡ് അഥവാ അക്ഷാംശം നോക്കാം. നമുക്കറിയാം, നമ്മൾ കൊച്ചു ക്ലാസ്സിലെ പഠിച്ചതാണ് നമ്മുടെ ലാറ്റിറ്റ്യൂഡ്സ് ഒക്കെ എന്നല്ലേ. ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡ്സ് ഏതാണ്? ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡ് നമ്മുടെ ഇക്വേറ്റർ ആണ്. ഓക്കെ, നോക്കാം, ഒന്ന് വരച്ചു നോക്കാം. നമുക്ക് ഇവിടെ വരയ്ക്കാം, ശ്രദ്ധിക്കാം. ഇത് നമ്മുടെ ഭൂമിയുടെ എർത്തിന്റെ ഒരു മോഡലാണെന്ന് കരുതുക. ഇത് നമ്മുടെ 0 ഡിഗ്രി ഇക്വേറ്റർ ആണ്. ഓക്കെ, ഇത് നോർത്ത് പോള്, ഇത് സൗത്ത്. ഓക്കെ, ഇവിടെ നോക്കാം. സപ്പോസ് ഇവിടെ ഞാൻ ഇവിടെ വരയ്ക്കുന്നതാണ് നമ്മുടെ സൂര്യനാണെന്ന് കരുതുക, സണ്ണാണെന്ന് കരുതുക, സൂര്യനാണെന്ന് കരുതുക. ഇവിടെ നോക്കുന്നതാണ് സൂര്യരശ്മി ലംബമായിട്ട് പതിക്കുന്നത്. സൺറൈസ് ഫോൾ വെർട്ടിക്കലി ഇൻ ദ ഇക്വേറ്റർ റീജിയൻസ്. നമുക്കറിയാം, ഈ ഭാഗം ഈ ഇക്വേറ്റർ ഇപ്പുറത്താണ് നോർത്തിലും സൗത്തിലുള്ള ഭാഗങ്ങൾ എന്താ വിളിക്കുന്നത്? ട്രോപ്പിക്കൽ റീജിയൻ എന്ന് വിളിക്കുന്നത് അല്ലേ. നമുക്കതാണ് മൂന്ന് ഭാഗം എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ട്രോപ്പിക്കൽ റീജിയൻ, ടെമ്പറേച്ചർ റീജിയൻ ആൻഡ് ഫ്രിജിഡ് സോൺ അല്ലേ. ട്രോപ്പിക്കൽ സോൺ, ടെമ്പറേച്ചർ സോൺ ആൻഡ് ഫ്രിജിഡ് സോൺ അറിയാലോ. അതില് 23.5 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് മുതൽ 23.5 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡിലുള്ള ഭാഗമാണ് ഇത് ട്രോപ്പിക്കൽ സോൺ. ഏതാണ് ട്രോപ്പിക്കൽ സോൺ എന്ന് പറയുന്നത്? അപ്പോൾ 23.5 ഡിഗ്രി നോർത്ത് മുതൽ 23.5 ഡിഗ്രി സൗത്തിലുള്ള ഭാഗമാണ് ട്രോപ്പിക്കൽ റീജിയൻ. ഈ ട്രോപ്പിക്കൽ റീജിയൻ ഭാഗത്തുകൊണ്ട് സൺറൈസ് ഫാൾ വെർട്ടിക്കലി റീജിയൻസിലെ ഈ ഭാഗത്ത് സൂര്യരശ്മി ലംബമായിട്ട് പതിക്കുന്നു. സൺറൈസ് ഫാൾ വെർട്ടിക്കലി ഇൻ ദിസ് റീജിയൻ. So the temperature is very high in this region. അതുകൊണ്ട് തന്നെ സൂര്യൻ ചൂട് വളരെ കൂടുതലായിരിക്കും അല്ലേ. നമ്മുടെ ഈ ടെമ്പറേച്ചർ സോണിൽ, നമ്മുടെ ട്രോപ്പിക്കൽ സോണിൽ എന്ത് കൂടുതലായിരിക്കും? നമ്മുടെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. കാരണം എന്താ? കാരണം സൂര്യരശ്മി അവിടെ ലംബമായിട്ട് പതിക്കുകയല്ലേ. അപ്പോൾ സൂര്യരശ്മി വെർട്ടിക്കലായിട്ട് ഫാൾ ചെയ്യുന്നത് കൊണ്ട് ഏത് ഭാഗത്ത്? ട്രോപ്പിക്കൽ റീജിയനിൽ എന്തായിരിക്കും? ട്രോപ്പിക്കൽ റീജിയനിൽ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. എന്നാൽ ഇവിടെ നോക്കാം, നമ്മുടെ പോളാർ റീജിയൻസ് നോക്കണേ. പോളാർ റീജിയൻസിൽ സംഭവിക്കുന്നത് നമ്മുടെ സൺറൈസ് ട്രാവലിംഗ് മോർ ഡിസ്റ്റൻസ് അല്ലേ. നമ്മളാണ് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു. സൂര്യരശ്മി കൂടുതൽ സഞ്ചരിക്കേണ്ടി വരുന്നില്ലേ. സൂര്യരശ്മി കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു. അതുപോലെ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നത് മാത്രമല്ല, കൂടുതൽ ചരിവും കൂടുതലാണ്. കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്ന ഡിസ്റ്റൻസ് കൂടുതലാണ്. അത് മാത്രമല്ല, കൂടുതൽ ചരിഞ്ഞ് പതിക്കുന്നതുകൊണ്ട് ഇവിടെ എന്ത് കുറവായിരിക്കും? എനർജി കുറവായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാമത്തെ ഫാക്ടർ. ഏതാണ്? ലാറ്റിറ്റ്യൂഡ്. അറിയാലോ, ലാറ്റിറ്റ്യൂഡ് ട്രോപ്പിക്കൽ റീജിയൻ എന്ത് കൂടുതലായിരിക്കും? ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. കാരണം എന്താണ്? കാരണം സൂര്യരശ്മി അവിടെ ലംബമായിട്ട് പതിക്കുന്നു. സൺറൈസ് ഫാൾ വെർട്ടിക്കലി ഇൻ ദിസ് റീജിയൻ. ഓക്കെ, അപ്പോൾ പോളാർ റീജിയൻ എനർജി ഇസ് വെരി ലോസ്. എനർജി ഇസ് വെരി ഡിക്രീസ്. ടെമ്പറേച്ചർ വെരി ലോ ആണ് അല്ലേ. ടെമ്പറേച്ചർ വളരെ കുറവാണ്. കാരണം എന്താ? റീസൺ എന്താണ്? the sunrays are traveling more distance and more inclined അല്ലേ. കൂടുതൽ സഞ്ചരിക്കേണ്ടി വരുന്നു, കൂടുതൽ ചരിയേണ്ടി വന്നിരിക്കുന്നു അല്ലേ.
അപ്പൊ ഇതാണ് ഏത് നമ്മുടെ ടെമ്പറേച്ചറിന്റെ ഡിസ്ട്രിബ്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാമത്തെ ഫാക്ടറായ ലാറ്റിറ്റ്യൂഡ്. അപ്പൊ ഒന്നുകൂടെ ഇങ്ങനെ പറയാൻ പറ്റും നമുക്ക്. In the tropical regions receives more energy as the sun's rays are almost vertical. Sun's rays are almost vertical. Sun's rays are almost vertical. But in the polar region, sun rays become more inclined approaching to the poles, and more energy loss as the sun's rays have to travel more through the atmosphere owing to the inclination. മനസ്സിലായല്ലോ? ഒന്നുകൂടെ പറയുക നമുക്ക്. പറയാം. In the tropical regions receives more temperature because the sun rays are vertical in this region. Okay. But in the polar region, the temperature is very low because the sun's rays are traveling more distance and more inclined. Sun rays is traveling more inclined. മനസ്സിലായല്ലോ? അടുത്ത നോക്കാം രണ്ടാമത്തെ ഫാക്ടറായ ആൾട്ടിറ്റ്യൂഡ്. ഉയരം. അപ്പോൾ നമ്മൾ 8ാം ക്ലാസ് പഠിച്ചതാണ്. 8ാം ക്ലാസ് നമ്മൾ അറ്റ്മോസ്ഫിയറിന്റെ വിവിധ ഭാഗങ്ങൾ പഠിച്ചു. അറ്റ്മോസ്ഫിയറിന്റെ വിവിധ ലെയേഴ്സ് പഠിച്ചു. ഏതൊക്കെയാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, പിന്നെ നമ്മൾ എക്സോസ്ഫിയർ പഠിച്ചു അല്ലേ? അപ്പോൾ അതിൽ നോക്കാം നമ്മൾ ആൾട്ടിറ്റ്യൂഡിൽ നോക്കാം. ട്രോപ്പോസ്ഫിയറിൽ ഏത് കൂടുന്തോറും ഹൈറ്റ് നമ്മുടെ ഉയരം കൂടുന്തോറും ഏത് കുറഞ്ഞു വരും? ടെമ്പറേച്ചർ കുറഞ്ഞു വരും. കാരണം ഇത് സംഭവിക്കുന്നത് കാരണം ഓരോ 165 മീറ്ററിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന രീതിയിലാണ് ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നത്. ഉദാഹരണമായിട്ട് നോക്കാം. സപ്പോസ് ഇത് സർഫസ് കരുതുക. ഇവിടെ നോക്കുന്നതാണ് ഇതാണ് ഫസ്റ്റ് 165 മീറ്റർ എന്ന് കരുതുക. സപ്പോസ് ഇവിടെ 37 ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ട്. അടുത്ത 165 ടെമ്പറേച്ചർ കുറയും, 36 ഡിഗ്രി ആയിട്ട് കുറയും. അടുത്തതിലോ 165 35 ഡിഗ്രി ആയിട്ട് കുറയും. അങ്ങനെ എന്ത് ചെയ്യും? ഓരോ 165 മീറ്റർ ഉയരം കൂടുന്തോറും ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ആയി കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് ആൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ ഉയരം കൂടുമ്പോൾ എന്ത് കുറവായിരിക്കും? ടെമ്പറേച്ചർ കുറവായിരിക്കും. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞേ. ഏത് കൂടുമ്പോൾ? ഉയരം അഥവാ ആൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ എന്ത് കുറവായിരിക്കും? ടെമ്പറേച്ചർ കുറവായിരിക്കും. കാരണം എന്താ? ട്രോപ്പോസ്ഫിയറില് ഓരോ 165 മീറ്ററിന് ഉയരം കൂടുന്തോറും ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് കുറഞ്ഞു വരും. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ പറയാൻ പറ്റും നമുക്ക്. പറഞ്ഞേ ആൾട്ടിറ്റ്യൂഡ് പറഞ്ഞേ. The temperature in the troposphere decreases at the rate of 1 degree Celsius per 165 meter of altitude. Temperature is comparatively low at places situated much above the sea level. The temperature in the troposphere decreases at the rate of 1 degree Celsius per 165 meter of altitude. Temperature is comparatively low at the places situated much above the sea level. Okay, മനസ്സിലായോ? ഒന്നുകൂടെ പറഞ്ഞേ. The height increases and temperature decreases because the temperature decreases as the 1 degree Celsius above the 165 meter in the troposphere. Okay. അടുത്ത നോക്കുന്നതാണ് മൂന്നാമത്തെ ഭാഗമാണ്. മൂന്നാമത്തെ ഫാക്ടറാണ് ടെമ്പറേച്ചറിന്റെ ഡിസ്ട്രിബ്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മൂന്നാമത്തെ ഫാക്ടറാണ് നിയർനെസ് ഓഫ് ഓഷൻ. അഥവാ സമുദ്ര സാമീപ്യം. സപ്പോസ് നമുക്ക് അതിനൊരു ഉദാഹരണം നോക്കാം. സപ്പോസ്
ഒരാളൊരു ഒരേ ഒരു ലാറ്റിറ്റ്യൂഡ് കരുതുക. ഒരേ ലാറ്റിറ്റ്യൂഡിലെ രണ്ട് പ്രദേശം, ഒരു ഭാഗം ഏതോട് ചേർന്ന് കരുതുക, ഒരു ഭാഗം ഓഷനോട് ചേർന്ന് കരുതുക, മറ്റൊരു ഭാഗം എന്താണ് ഓഷനിൽ നിന്ന് അകലെയാണ് കരുതുക. അപ്പോൾ ഒരു ഭാഗം ഏതോട് ചേർന്ന്, ഇപ്പോൾ ഒരേ ലാറ്റിറ്റ്യൂഡിലെ രണ്ട് പ്രദേശം, ഒരു ഭാഗം ഏതോട് ചേർന്ന് ഓഷനോട് ചേർന്ന്, മറ്റൊരു ഭാഗം എന്താണ് ഓഷനിൽ നിന്ന് വളരെ അകലെയാണെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ഓഷനോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ എന്തായിരിക്കും മിതമായ താപനിലയായിരിക്കും, മോഡറേറ്റ് ടെമ്പറേച്ചർ ആയിരിക്കും. എന്തായിരിക്കും? മിതമായ താപനിലയായിരിക്കും. അതായത് ഓഷനോട് ചേർന്ന ഭാഗത്ത് എന്തായിരിക്കും? മോഡറേറ്റ് ടെമ്പറേച്ചർ ആയിരിക്കും. അതായത് ലാൻഡ് ചൂടാകുമ്പോൾ സീയിൽ നിന്ന് വിൻഡ് വീശും, ഇതാണ് ലാൻഡ് നടക്കുമ്പോഴോ സീയിൽ നിന്ന് പറഞ്ഞാണ് വിൻഡ് വീശും അല്ലേ. അപ്പോൾ എന്നാൽ റീജിയൻസ് ഫാർ അവേ ഫ്രം ദ ഓഷൻ അല്ലേ, ഏതാണ് നമ്മുടെ ഏത് ഓഷനിൽ നിന്ന് വളരെ അകലെയുള്ള സ്ഥലങ്ങളിൽ എന്ത് സമ്മർ സീസണിൽ ചൂട് കൂടുതലായിരിക്കും, ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. വിന്റർ സീസണിലോ തണുപ്പ് കൂടുതലായിരിക്കും. ഓക്കെ, അതാണല്ലോ നമ്മുടെ കേരളത്തിലെ ഡൽഹിയിലെ അവസ്ഥ. കേരളത്തില് തണുപ്പ് ഏതാണ്? വിന്റർ സീസൺ ആയാലും സമ്മർ സീസൺ ആയാലും എന്തുണ്ടാകുന്നില്ല, വളരെ വ്യത്യാസം, ടെമ്പറേച്ചറിന് വളരെ വ്യത്യാസം ഉണ്ടാകുന്നില്ല. കാരണം ഓഷന്റെ എന്തുകൊണ്ട് ഇൻഫ്ലുവൻസ്. കേരളത്തിൽ അറിയാലോ, കേരളത്തില് ഓഷൻ കിടക്കുന്ന സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. നമ്മുടെ അറിയാലോ ഏത് ഓഷൻ? അറബീസ് അറേബ്യൻ സീ അല്ലേ. നമ്മുടെ സീയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാഗത്താണ് നമ്മുടെ സ്റ്റേറ്റ് ആണ് കേരളം. അപ്പോൾ കേരളത്തിൽ നിന്നാണ് സമ്മറായാലും വിന്ററായാലും ഉണ്ടാകുന്ന ടെമ്പറേച്ചറിൽ, സമ്മറായാലും വിന്ററായാലും ടെമ്പറേച്ചറിൽ വളരെ വ്യത്യാസം ഉണ്ടാകുന്നില്ല. ഓക്കെ, കാരണം എന്താണ്? ഏതൊരു സാമീപ്യമുണ്ട്? ഓഷന്റെ സാമീപ്യമുണ്ട്. ബട്ട് ഡൽഹി ആണെങ്കിലോ, ഡൽഹി ഓഷനിൽ നിന്ന് വളരെ അകലെ കിടക്കുന്ന സ്ഥലമാണ് അല്ലേ. ഓഷനിൽ വളരെ അകലെ കിടക്കുന്ന സ്ഥലമാണ്. അതാണ് അവിടെ സമ്മർ ആകുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും, വിന്റർ ആകുമ്പോഴോ ഭയങ്കര തണുപ്പായിരിക്കും അല്ലേ, മഞ്ഞ് വീഴ്ച ഉണ്ടാകുന്ന അറിയല്ലേ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, two places, one place in the nearest ocean, other place in the far away from the ocean. The region nearest ocean എന്താണ്? Nearest oceans experience the moderate temperature, but in the regions far away from the ocean experience high temperature during the summer and high cold during the winter. Okay, അപ്പോൾ ഈ കാര്യം മനസ്സിലായാലോ? അപ്പോൾ ഇങ്ങനെ പറയാൻ പറ്റും, ടെസ്റ്റ് ഇങ്ങനെ പറയുന്നത് നോക്കാം നമുക്ക്. നിയർനെസ് ഓഫ് ഓഷൻ നോക്കാം. The range of temperature will be high at places away from the sea and vice versa. നേരെ മറിച്ച് സമ്മർ ആകുമ്പോൾ ചൂട് കൂടും, വിന്റർ ആകുമ്പോൾ തണുപ്പ് കൂടും. ഓക്കെ, but in the temperature remains moderate at places very close to the sea, close to the offshore sea. This is because the heating of land causes wind to blow from the sea to land, and the cooling of land comes wind to the blows from land to sea. കാരണം എന്താണ്? ഏതാകുമ്പോൾ ലാൻഡ് ഭാഗത്തില് ചൂടാകുമ്പോൾ എന്ത് ചെയ്യും? എവിടെ നിന്ന്? സീയിൽ നിന്ന് തണുത്ത കാറ്റങ്ങാട് വീശും, ലാൻഡിലോട്ട് വീശും. ലാൻഡ് ഭാഗത്ത് നിന്നാണ് തണുപ്പാകുമ്പോഴോ സീയിൽ നിന്ന് ചൂട് കാറ്റങ്ങാട് വീശും, ലാൻഡിലോട്ട് വീശും. ഒന്ന് പറഞ്ഞേ, the range of temperature will be high at places away from the sea and vice versa. The temperature remains moderate at places close to the sea. This is because the heating of land causes wind to blow from sea to land, and the cooling of land causes wind to blow from land to sea. മനസ്സിലായല്ലോ? മൂന്ന് ഭാഗങ്ങൾ മനസ്സിലായല്ലോ. അടുത്ത വിൻസ് നോക്കാം. അടുത്ത നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അടുത്ത പാർട്ട് ഏതാണ്? വിൻസ് ആണ്. എന്താണ് വിൻസ്? അപ്പോൾ നമുക്ക് ഒരു ഭാഗത്ത് വീശുന്ന കാറ്റ്, ഇപ്പം നമുക്ക് ചൂട് സമയമാകുമ്പോൾ ചൂട് കാറ്റ് വീശും, തണുപ്പ് സമയമാകുമ്പോൾ തണുപ്പ് കാറ്റ് വീശും. അപ്പോൾ നമുക്ക് ഇതാണ് ഈ ഭാഗത്ത് വീശുന്ന കാറ്റ്. സപ്പോസ് നമുക്ക് ഭയങ്കര കാറ്റ്, ചൂട് കാറ്റാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചൂട് കൂടൂലി, തണുത്ത കാറ്റാണെങ്കിലോ തണുപ്പ് കൂടൂലി. അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞു തോന്നുന്നു, നമ്മൾ സമ്മർ ആയ സമയത്ത്
നമ്മൾ വീട്ടിലകത്ത് ഭയങ്കര ചൂടാണ്, നമ്മൾ ഫാൻ ഇട്ടാലും ഭയങ്കര ചൂടായിട്ടല്ലേ, ഫാൻ ഇട്ടാലും ഭയങ്കര ചൂടായി. എന്നാൽ ഇപ്പോൾ നമ്മൾ മഴയൊക്കെ ഉണ്ട്, ഓക്കെ. ഇപ്പോൾ രാത്രി കിടക്കുമ്പോൾ നല്ല തണുപ്പാണ്, നമ്മുടെ ഫാൻ ഇട്ടാലോ തണുപ്പിൻ്റെ അളവ് കൂടുതലേ. അപ്പോൾ ഒരു കാറ്റ്, അത് ചൂട് കാറ്റാണോ തണുത്ത കാറ്റായിക്കോട്ടെ, ആ കാറ്റ് ഏത് കാറ്റായാലും, തണുത്ത കാറ്റായാലും ചൂട് കാറ്റായാലും നിങ്ങളുടെ ആ കാറ്റ് അത് കടന്നു പോകുന്ന ഭാഗത്തെ ടെമ്പറേച്ചറിനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നു, The warm and cold winds, the warm and cold winds can respectively rise or lower the temperature of the places through which they blow. Okay. So തണുത്ത കാറ്റും വാം വിൻസും കോൾഡ് വിൻസും അത് കടന്നു പോകുന്ന പ്രദേശങ്ങളിലെ താപനിലയെ ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യുന്നു. The warm and cold winds can respectively rise or lower the temperature of the places through which they blow. മനസ്സിലായോ? ഇതാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു എസ്സേ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഒന്ന് പറഞ്ഞത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് ദ ഡിസ്ട്രിബ്യൂഷൻ ടെമ്പറേച്ചർ ഏതൊക്കെയാണ്? ലാറ്റിറ്റ്യൂഡ്. എന്താ ലാറ്റിറ്റ്യൂഡ് നമ്മൾ പറഞ്ഞത്? In the tropical regions, the sun rays fall vertically because the temperature is very high. But in the polar region, temperature is experienced very low because more inclined, sun rays are more inclined and traveling more distance. അടുത്തതാണ് ആൾട്ടിറ്റ്യൂഡ്. എന്താ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ the troposphere അല്ലേ, ഏത് കൂടുന്തോറും in the troposphere the height increases and the temperature decreases. Okay, the temperature decreases as the 1 degree Celsius per 165 meter in the troposphere. അടുത്തതാണ് nearness of ocean പറഞ്ഞ the regions very close to the ocean experience moderate temperature, but in the regions far away from the ocean experience high temperature during the summer and high cold during the winter. Then the regions moderate temperature experience in the because the reason for this the winds in the temperature, the heating of land causes wind blows from sea to land, and cooling of land causes wind to blows from land to sea. Are the winds the warm and cold winds can respectively rise or lower the temperature of the places through which they pass. Then അടുത്തൊരു ഭാഗം പറയാം. Okay, ഫോക്കസ് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ ടെസ്റ്റുള്ള ഒരു കാര്യമാണ്. നമുക്ക് നമ്മൾ ഐസോതേം പറഞ്ഞില്ലായിരുന്നോ? ഐസോതേം പറഞ്ഞു അല്ലേ? നമുക്ക് ഐസോതേം മീൻസ് മോർ കർവ്ഡ് ഇൻ ദ northern hemisphere, but very level in the southern hemisphere. What is the reason? അതായത് നമ്മുടെ ഐസോതേംസ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ മോർ കർവായിട്ട് കാണപ്പെടുന്നു, ഒരുപാട് വളവുള്ളതായിട്ട് കാണപ്പെടുന്നു. എന്നാൽ സദേൺ ഹെമിസ്ഫിയറിൽ അത് ലെവൽഡ് ആയിട്ട് കാണപ്പെടുന്നു. കാരണം എന്ത്? കാരണം സിമ്പിളാണ്. നമുക്കറിയാം, നമ്മൾ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഇൻ ദ ടെമ്പറേച്ചർ പറഞ്ഞല്ലേ, അതിൽ ലാറ്റിറ്റ്യൂഡ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ആൾട്ടിറ്റ്യൂഡ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, നിയർനെസ് ഓഫ് ഓഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, വിൻഡ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഏറ്റവും കൂടുതൽ ലാൻഡ് പാർട്ടുള്ള ഏത് പാർട്ടിലാണ്? ഏറ്റവും കൂടുതൽ ലാൻഡ് പാർട്ട് കാണപ്പെടുന്നത് എവിടെയാണ്? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. ആണല്ലോ, ഏറ്റവും കൂടുതൽ ലാൻഡ് പാർട്ട് കാണപ്പെടുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. അതിൽ ഹൈറ്റ് കൂടിയ ഭാഗമുണ്ട്, ഹൈറ്റ് കുറഞ്ഞ ഭാഗമുണ്ട്, സീ ലെവലിനെക്കാട്ടി താഴെയുള്ള സ്ഥലങ്ങളുണ്ട്, സീ ലെവൽ പാർട്ടുണ്ട് ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഈ ഹൈറ്റും അതുപോലെ തന്നെ നിയർനെസ് ഓഷനും ഹൈറ്റും അതുപോലെ തന്നെ ലാറ്റിറ്റ്യൂഡിന്റെയും ഇവിടുത്തെ ആ ടെമ്പറേച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലേ. അപ്പോൾ അവിടെ എന്തായിരിക്കില്ല ലെവൽഡ് ഉദാഹരണം പറയാം. ഉദാഹരണം നമുക്ക് ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ പൊന്മുടി ഭാഗത്തുള്ള ടെമ്പറേച്ചർ ആണോ നമ്മുടെ ഈ ഭാഗത്ത്, നമ്മുടെ ഈ കല്ലമ്പലം വരെയുള്ള ടെമ്പറേച്ചർ?
പൊന്മുടി ഭാഗത്തുള്ള ടെമ്പറേച്ചർ അല്ല കല്ലമ്പല ഭാഗത്തുള്ള ടെമ്പറേച്ചർ. കാരണം എന്താ, പൊന്മുടി എന്ന് പറയുന്നത് ഉയർന്ന ഭാഗമല്ലേ, അപ്പൊ അവിടെ നിന്നാണ് ഉയരം കൂടുന്നതായിരിക്കും ടെമ്പറേച്ചർ കുറഞ്ഞു വരില്ലേ, അപ്പൊ അവിടെ ടെമ്പറേച്ചർ കുറവായിരിക്കും. എന്നാൽ ഏത് ഭാഗത്ത്, നമ്മുടെ ലെവൽഡ് ലാൻഡ് പാർട്ടിലോ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. അതാണ് ലാൻഡ് ഏരിയ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ടെമ്പറേച്ചർ ഐസോതെർംസ് കൂടുതൽ കർവായിട്ട് അല്ലേ. എന്താണ് ഐസോതെർംസ് എന്ന് പറയാലോ, ഒരേ ടെമ്പറേച്ചർ അനുഭവപ്പെടുന്ന ഒരേ ടെമ്പറേച്ചർ അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് ഇത് ഐസോതെർം. അപ്പൊ ഐസോതെർം എന്താണ് കൂടുതൽ കർവായിട്ട് കാണാനുള്ള കാരണം, നോർത്തേൺ ഹെമിസ്ഫിയറിൽ കൂടുതൽ കർവായിട്ട് കാണാനുള്ള കാരണം അതാണ്. എന്നാൽ സദേൺ ഹെമിസ്ഫിയർ നോക്കുക, ഏറ്റവും കൂടുതലുള്ളതാണ് ഏറ്റവും കൂടുതൽ ഓഷൻ പാർട്ട് കാണപ്പെടുന്നത് എവിടെയാണ്, സദേൺ ഹെമിസ്ഫിയർ ആണ് അല്ലേ. അപ്പൊ ഏറ്റവും കൂടുതൽ എന്തുള്ളത്, ഓഷൻ പാർട്ട് കാണപ്പെടുന്നത് എവിടെയാണ്, സദേൺ ഹെമിസ്ഫിയറിലാണ്. അപ്പോ അവിടെ ഒന്നില്ല, അവിടെ കുന്നോലുണ്ടോ, അവിടെ നമ്മുടെ മൗണ്ടൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഹിൽസ് റീജിയൻസ് ഉണ്ടോ, ഇല്ല. മൊത്തം ലെവൽഡല്ലേ, നമ്മുടെ ഓഷൻ സർഫസ് ലെവൽഡ് പാർട്ട് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ വേറെ ഒന്നും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അവര് എല്ലാ ഭാഗത്തും ഒരേ ടെമ്പറേച്ചർ ആയിരിക്കും, എല്ലാ ഭാഗത്തും ഒരേ ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടുകൾ സ്വയം തയ്യാറാക്കുക. ആരെങ്കിലും കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ പോലെ ആരെങ്കിലും ഒരു നോട്ട് ചെയ്യുന്നുണ്ട്, അത് വെരിഫൈ ചെയ്യും. ആ നോട്ട് നോക്കി നിങ്ങൾ ബാക്കിയുള്ളവരെ എഴുതിയെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യുക, തയ്യാറാക്കുക കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലാക്കുകയാണ് എന്തെങ്കിലും ഡൗട്ട് ചെയ്യുക, നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കുകയോ അല്ലെങ്കിൽ എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കുകയോ ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു. അത് അടുത്ത ക്ലാസ്.